ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പൗരോഹിത്യത്തെക്കുറിച്ചാണ്. പ്രീസ്റ്റ്ഹുഡ്, ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിന് ദൈവത്തിന് ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അല്ലാതെ ഒരു തമാശന് വേണ്ടി ദൈവം ഒന്നും ചെയ്യാറില്ല. ദൈവം ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച പ്ലാൻ എന്തായിരുന്നു? അവനെ സൃഷ്ടിച്ചത് അവൻ്റെ ഛായയിലും അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ ഭവനത്തിലെ അംഗങ്ങളാകുവാൻ വേണ്ടിയാണ്. സാധാരണ നമുക്കറിയാം, മക്കൾക്ക് മാതാപിതാവിൻ്റെയൊക്കെ ചില ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റീസൊക്കെ ഉണ്ട് അല്ലേ? അവരുടെ ചില പ്രത്യേക ട്രെയ്റ്റ്സ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അതിൻ്റെ ആവശ്യം എന്താണ്? ദൈവത്തിൻ്റെ മക്കളാകുവാൻ വേണ്ടിയാണ്. ആ ദൈവത്തിൻ്റെ മക്കളാകുവാനാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഒരു പ്രത്യേക ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. ആരൊക്കെ ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുപോലെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തോടെ പോവുകയാണെങ്കിൽ ദൈവം ഒരു നേഷനെ അല്ലെങ്കിൽ ഒരു നേഷനെന്ന ഒരു ദേശം ഒരു സ്ഥലമല്ലേ? നേഷൻ ഓൾസോ. ഹല്ലേലൂയ. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ കിങ്ഡം. ഐ തോട്ട് ഇറ്റ് വാസ് രാജ്യം എന്ന് പറയുമ്പോൾ കിങ്ഡമാണ്. ഹല്ലേലൂയ. എന്തായാലും നമുക്കറിയാം, ഇസ്രായേൽ ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം വളരെ വ്യക്തമാണ്. അത് മോശയോട് പർവ്വതത്തിൽ മൗണ്ട് സൈനായിൽ ദൈവം മോശയായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ആ ഉടമ്പടിയിൽ ദൈവം പറയുകയാണ്, നീ എന്ന് ജനത്തോട് പറയണം, ഞാൻ എന്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ യോഗ്യത കൊണ്ടല്ലേ? ആണോ? അല്ല. ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണേൽ പറയാം, ധൈര്യപൂർവ്വം പറയാം, അവരുടെ അയോഗ്യത കൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്നുള്ളത്. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം തിരഞ്ഞെടുക്കുന്ന ആരെയാ? ഈ ലോകത്തിലെ ഭോഷന്മാരെയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ബലഹീനരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ അവരുടെ യോഗ്യതയല്ല, അയോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് അവരെ ആ അയോഗ്യതയിൽ നിന്ന് വളരെ ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു വിളിയുണ്ടെങ്കിൽ അത് നിങ്ങളാകുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വായിക്കോ? പുറപ്പാട് 19:4. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അവനെന്ന് പറയുന്ന മോശയെ വിളിച്ചിങ്ങനെ പറഞ്ഞു, യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ദൈവം പറയാണ്, യു ഹാവ് സീൻ, ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം, യു ഹാവ് സീൻ വാട്ട് ഐ ഡിഡ് ടു ദി ഈജിപ്ഷ്യൻസ് ആൻഡ് ഹൗ ഐ ബോർ യു ഓൺ ഈഗിൾസ് വിങ്സ് ആൻഡ് ബ്രോട്ട് യു ടു മൈ സെൽഫ്. അപ്പോൾ ഈജിപ്തിലായിരുന്ന ആ അന്ധകാരത്തിലും ആ ബന്ധനത്തിലും ആ അടിമത്തത്തിൽ നിന്ന് യേശുവിൻ്റെ സ്വന്തമാകുവാൻ വേണ്ടി അവിടെ നിന്ന് അത്ഭുതകരമായ ആ ഭുജബലത്താൽ അവിടെ നിന്ന് ദൈവം അവരെ കൊണ്ടുവന്നു. അത് നിങ്ങൾ കണ്ടതാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അങ്ങനത്തെ ഒരു മോചനം, ഒരു വിടുതൽ അനുഭവിച്ച വ്യക്തികൾ ആരൊക്കെയുണ്ട് ഇവിടെ? ഹല്ലേലൂയ. എങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. വിടുതൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം നിങ്ങളെ ഒന്ന് വിടുവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ബന്ധനത്തിലാണെങ്കിൽ ദൈവത്തിന് സത്യം അറിയുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി ആ സാത്താൻ്റെ പിടിയിൽ നിന്നും, ലോകത്തിൻ്റെ പിടിയിൽ നിന്നും, പാപത്തിൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചത് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്വന്തമാക്കാൻ വേണ്ടിയാണ്. He wanted to make you his own. സ്വന്തമായിട്ട് ഇത് എന്റേതാണ് എന്ന് പറയുവാൻ വേണ്ടി ആണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. വായിക്കുക, John 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദൈവം പറയാണ് എന്തിനാണ് തെരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. തന്മൂലം
നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്, അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്, അത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ട. എങ്ങനത്തെ ഫലമാണ്? നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരും തിരഞ്ഞെടുത്തത്. അല്ലാതെ താൽക്കാലികമായി കുറച്ച് നാളത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക് യേശുവിനെ സേവിക്കാൻ വേണ്ടിയല്ല. നിലനിൽക്കുന്ന, അതായത് നമ്മുടെ മരണം വരെ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടിയാണ്. ആ ഫലം നിലനിൽക്കുന്ന ഫലമാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി തിരഞ്ഞെടുത്തത്. ഇതിപ്പം ദൈവം നേരത്തെ പറഞ്ഞതുപോലെ ദൈവം എബ്രഹാമിനും ഒരു ഇസഹാക്കിനും യാക്കോബിനോടൊക്കെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉടമ്പടിയുടെ നമുക്ക് അവകാശികളാവണമെന്നുണ്ടെങ്കിൽ ആ ദൈവമായിട്ട് നമ്മൾ ഒട്ടി നിൽക്കണം. യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്. നിങ്ങൾ എന്നോട് കൂടി ചേർന്നിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. എന്നിലില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ദൈവമായിട്ട് അടുത്തിരിക്കുവാൻ വേണ്ടിയാണ്, ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരും വ്യക്തിപരമായി ആ ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. പുറപ്പാട് പുസ്തകം 19:5 പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പം ഇസ്രായേലുകാരോട് ദൈവം സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായാണ് ദൈവം സംസാരിക്കുന്നത്. അല്ലാതെ ഇതൊരു നമ്മൾ ഒരു ചരിത്രം പഠിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന എന്താണ് എന്നും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കാൻ വേണ്ടിയാണ്. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. 5-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമാകും. ഓ ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ ഒരു വാഗ്ദാനം നമുക്ക് നേടാനില്ല. ഇതിൽ കൂടുതൽ നമുക്കൊരു അവകാശം ഇല്ല. ഓ, ദൈവത്തിന്റെ സ്വന്തം ജനമാകുക. അവിടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ hallelujah, it says and therefore if you will indeed obey my voice and keep my covenant, then you shall be a special treasure, hallelujah, to me above all people, for all the earth is mine. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് പറയുക എന്ന്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് അവകാശപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരു എന്നാ പറയുന്നത് ഒരു ഭാഗ്യം നമുക്കില്ല പ്രിയപ്പെട്ടവരെ. That I belong to the creator of the universe. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാൻ എന്ന് പറയാം. ഓ ഹല്ലേലൂയ. ഒരു രാജകുമാരന്റെ സ്ഥാനത്തേക്കാൾ ഇത് വലുതാണ്. കാരണം ആ രാജാവ് രാജാക്കന്മാരുടെ രാജാവാണ്. He is a king of kings and the lord of lords. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ആ ഉന്നത പദവിയിൽ എത്തുവാൻ നോക്കണം. ആ പദവിയിൽ എത്തുന്നത് എങ്ങനെയാണ്? ദൈവം ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ. വായിച്ചേ ആ കണ്ടീഷൻ. അപ്പോൾ ദൈവം നമ്മൾക്ക് എല്ലാവർക്കും ആ ദൈവത്തിൻ്റെ മകളാകുവാനുള്ള ആ ഉന്നത സ്ഥാനത്തിലേക്ക് പോകുവാനുള്ള കഴിവ് തരികയാണ്. ആ കഴിവ് മാത്രമല്ല, എങ്ങനെയാണ് ആ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തേണ്ട വഴിയും ദൈവം കാണിച്ചു തരികയാണ്. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം, ആ വഴി എങ്ങനെയാണ് എന്നുള്ളത്. അത് നേർച്ച നേടിയിട്ടല്ല, അത് കുറെ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടല്ല, അത് പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടാണ്. വായിച്ചേ. കർത്താവ് മലയിൽ നിന്ന് മോശയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ. അപ്പോൾ വാക്ക് കേൾക്കുകയും ഉടമ്പടി പാലിക്കുകയും അങ്ങനെ ദൈവത്തിന് ശ്രേഷ്ഠമായ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രഷർ എന്ന് ദൈവം കരുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ സാധാരണ സ്പെഷ്യൽ ട്രഷേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയിടും, അല്ലേ? ഹലോ, ബാങ്ക് ലോക്കറിൽ ഇടുക, അല്ലെങ്കിൽ അത്ര വിലപിടിപ്പില്ലെങ്കിൽ നമ്മുടെ ഷോ കേസിനകത്ത് വയ്ക്കും, അല്ലേ? നമ്മുടെ വിരുന്ന് മുറിയിലെ ഷോ കേസിനകത്ത് സ്പെഷ്യൽ ട്രഷർ വയ്ക്കും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നിങ്ങളെ ബാങ്ക് ലോക്കറിൽ ഇടാനല്ല ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലെ ഒരു ഷോ കേസിൽ നിങ്ങളെ ഇടാനല്ല ആലോചിക്കുന്നത്. 6-ാമത്തെ വചനം പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ നിന്നെ സ്വന്തമാക്കിയത്, എന്തിനാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരും വ്യക്തിപരമായി സ്വന്തമാക്കിയതെന്ന് 6-ാമത്തെ വചനം പറയുന്നുണ്ട്. കാരണം ഭൂമി മുഴുവൻ എന്റേതാണ്. അത് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കും. This says, and you shall be to me a kingdom of priests. Say a kingdom of priests. Kingdom of priests. And a holy nation. These are the words that you shall speak to the children of Israel.
അപ്പോൾ ഇസ്രായേൽ ജനത്തോട് ഇത് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ വിടുവിച്ചത് എൻ്റെ സ്വന്തമാക്കുവാനും എനിക്ക് ഒരു പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിടുവിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലോചന ഇന്ന് നിങ്ങളുടെ മനസ്സിൽ വരണം, നിങ്ങളുടെ ഹൃദയത്തിൽ അത് സ്വീകരിക്കണം. ദൈവം എന്നെയും നിങ്ങളെയും വിടുവിച്ചത്, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തിയത് ഒരേ ഒരു കാര്യം ചെയ്യാനാണ്. ബിസിനസ് ചെയ്യാനല്ല, മറ്റോരോ കാര്യങ്ങൾ ചെയ്യാനല്ല. അതൊക്കെ നല്ലതാണ്, ആയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ഒരു പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ. ഒരു ഹാലലൂയ പറ, ഹാലലൂയ പറയൂ, ഹാലലൂയ. കാരണം എന്താണ്? ഒരു പുരോഹിതൻ, ഒരു രാജീയ പുരോഹിതൻ, ഇറ്റ്സ് എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ് പറയുന്നത്. അപ്പൊ രാജാവാണെങ്കിൽ രാജാവിന് അധികാരമുണ്ട്, അല്ലേ? ആ അധികാരത്തിൽ ഒരു പുരോഹിതൻ എന്താ ചെയ്യുന്നത്? ശുശ്രൂഷ ചെയ്യുകയാണ്. സോ യു വിൽ ബി മിനിസ്റ്ററിംഗ് ടു ഗോഡ് ഇൻ ദ പവർ ഓഫ് ഗോഡ്, ഇൻ ദി അതോറിറ്റി ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഓൾ അതോറിറ്റി ഹാസ് ബീൻ ഗിവൻ ടു മീ. ഓൾ അതോറിറ്റി, അതേ ദൈവത്തിനുള്ള അതേ അധികാരമാണ് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? എന്തിനാണ് തന്നിരിക്കുന്നത്? യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഹല്ലേലൂയ. യു പ്രീച്ച് ദ ഗോസ്പൽ, ഹീൽ ദ സിക്ക് ആൻഡ് ഡ്രൈവ് ഔട്ട് ദ ഡീമൺസ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ വേല ചെയ്യുവാനുള്ള പുരോഹിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിങ്ങളും ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതന്മാരാണ്. ഇതെന്ന് നിങ്ങൾ അറിയുന്നുവോ? അന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് പദവിയിലേക്കാണ് ദൈവം നിങ്ങളെ ഉയർത്തിയതും ആ ഉയർത്തൽ വഴി ദൈവം എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മളൊരു രാജീയ പുരോഹിത ഗണമാണ്. ഇഫ് യു ആർ എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ്, ആ ഒരു കിങ്ഡത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്? ഒരു കിങ്ഡം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് കാര്യം? ഒരു കിങ്ഡം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 2 തരം കൂട്ടർ വേണം. ഒരു രാജാവും വേണം, പ്രജകളും വേണം. ആ പ്രജകൾ ഈ രാജാവിനെ രാജാവായിട്ട് അംഗീകരിക്കുകയും വേണം. ഹലോ, പ്രജകള് രാജാവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ രാജാവുമോ? ഞാൻ കൊച്ചിയിലെ നഗരത്തിലെ രാജാവാണെന്ന് പറഞ്ഞ് ഞാൻ നടന്നാൽ എനിക്ക് വല്ലതും സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ കൊച്ചിയല്ല, ഏത് രാജ്യമായിക്കോട്ടെ, അവിടുത്തെ പ്രജകള് ആ രാജാവിനെ രാജാവായിട്ട് അംഗീകരിക്കണം. ഇന്ന് ആരൊക്കെ രാജാതിരാജനായ യേശുവിനെ അവരുടെ ജീവിതത്തിൽ രാജാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. Then you qualify first that you are a kingdom of priests. ഹല്ലേലൂയ. പുരോഹിതന്മാരുടെ ജോലി നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ്. ആ ശുശ്രൂഷ വേലയ്ക്ക് വേണ്ടി എല്ലാ കഴിവുകളും അധികാരവും കഴിവും ദൈവം നമ്മൾ ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. പുരോഹിതന്റെ പ്രത്യേകത എന്താണ്? ഒരു പുരോഹിതനുള്ള പ്രത്യേകത മറ്റു ജനമായിട്ട് നോക്കുമ്പോൾ എന്താണ്? പുരോഹിതനുള്ള പ്രത്യേകത, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള അവകാശമുണ്ട്. A priest can come into the presence of God. Are you with me? Are you with me? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു അധികാരം പുരോഹിതന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പൗരോഹിത്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് വേണ്ടിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ വ്യക്തികളും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ വന്ന എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ പുരോഹിതന്മാരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം വേണമെങ്കിൽ നിഷേധിക്കാം. കാരണം എന്താണ്? ദൈവം നിങ്ങൾക്ക് സ്വന്തം മനസ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് നിങ്ങളോട് എന്താ പറയുക? നിങ്ങളോട് ക്യാൻവാസ് ചെയ്യാണ്. ഹല്ലേലൂയ. നിങ്ങളോട് പറയുകയാണ്, പ്ലീസ് ആക്സെപ്റ്റ് ദാറ്റ് പൊസിഷൻ ദാറ്റ് ഗോഡ് ഹസ് ഗിവൺ യു. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിലേക്ക്, ഒരു ശുശ്രൂഷ വേലയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. കാരണം ആ പുരോഹിതൻ എന്നുള്ള ആ അവസ്ഥയിൽ എനിക്ക് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിന് പുലർത്താൻ പറ്റും. ഐ ഹാവ് എ ക്ലോസ്നെസ് ടു ഗോഡ്. ഐ ഹാവ് എൻ ഇൻറ്റിമസി വിത്ത് ഗോഡ്. ദൈവമായിട്ടൊരു അടുപ്പമുണ്ടാകും. പക്ഷേ നമുക്കറിയാം, പാപമാണ്, അല്ലേ? ദൈവം ഹവ്വാവിനെ സൃഷ്ടിച്ചപ്പോൾ അവർ ദൈവരാജ്യത്തിലെ പുരോഹിതന്മാരായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ നമുക്കറിയാം, പാപം വന്നപ്പോൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോവുകയും അങ്ങനെ ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള ആ അവകാശം, അല്ലെ കഴിവ് ദൈവം അവരിൽ നിന്ന് എടുത്ത് മാറ്റി. കാരണം പാപം അതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്കായിട്ട് വരികയാണ്. ദാറ്റ് വാസ് എ ഹിൻഡറൻസ് ഫോർ ദെയർ റിലേഷൻഷിപ്പ് ഓർ ഫോർ ദം ടു ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാ ജനവും ദൈവത്തിൻ്റെ പുരോഹിതന്മാരാകണമെന്ന് ആയിരുന്നു. പക്ഷേ പാപം വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിന് കുറച്ച് വ്യത്യാസം വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്.
പുരോഹിതന്മാർ ഇനി ആരാകണം എന്നുള്ളത്. ഒന്ന് വായിക്കാമോ? കാരണം ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു? എല്ലാ ജനങ്ങളും പുരോഹിതന്മാരാകണമെന്ന്. പക്ഷേ ആ പാപം മൂലം ആ എല്ലാവർക്കും പുരോഹിതന്മാരാകാനുള്ള ആ കഴിവ് ദൈവം എടുത്തു കളഞ്ഞു. എന്നിട്ട് പിന്നെ ദൈവം ചില വ്യക്തികളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരായ നാദാബ്, അബിഹു, എലയാസാർ, ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്നും നിന്റെ അടുക്കലേക്ക് വിളിക്കുക. അപ്പോൾ മനസ്സിലാക്കിയോ? നമ്മൾ പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? എല്ലാവരും ദൈവത്തിൻ്റെ ഒരു പുരോഹിത ജനമാകാൻ വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ചത്. പക്ഷേ പാപം, അതിൻ്റെ ഇടയിൽ പാപം നടന്നു. പാപം ചെയ്തത് കൊണ്ട് ആ ദൈവത്തിൻ്റെ ആ പ്ലാൻ പദ്ധതി നടക്കാതെ ദൈവം പിന്നെ ആ കട്ടയിൽ ചെയ്യാണ്, അത് പിന്നെ ചുരുക്കുകയാണ്. ആർക്കൊക്കെ പുരോഹിതനാവാൻ പറ്റുമെന്നുള്ള അത് ചുരുക്കുകയാണ്. അതിവിടെ പറയുകയാണ്. ആരാണ്? ആരോണും. I'll just read out in English. And now take Aaron your brother and his son with him from among the children of Israel, that he may minister to me as priest. Aaron and Aaron's sons, Nadab, Abihu, Eleazar and Ithamar. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഒരു സത്യം ഇതാണ്. അഹ്റോനും അഹ്റോൻ്റെ മക്കൾക്കുമാണ് പുരോഹിതനാകാനുള്ള അവകാശം ദൈവം പിന്നെ കൊടുത്തത്. ആദ്യം ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അഹ്റോനും അഹ്റോൻ്റെ മക്കളും. പക്ഷെ ദൈവം, നമുക്കറിയാം, ഒരു ഗോത്രമുണ്ടായിരുന്നു, ലേവ്യർ ഗോത്രം. ആ ലേവ്യ ഗോത്രത്തിൽ എല്ലാവർക്കും പുരോഹിതൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നില്ല. ലേവ്യർ ഗോത്രത്തിലുള്ളവരുടെ ചുമതല അല്ലെങ്കിൽ എന്തായിരുന്നു? ദേവാലയത്തിൻ്റെ ചുറ്റും ശുശ്രൂഷ ചെയ്യുക. ആ ലേവ്യർ ഗോത്രത്തിൽ നിന്ന് അഹ്റോനും അഹ്റോൻ്റെ മക്കളെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തുള്ളൂ. എന്തിന്? ദേവാലയത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് ആ മനുഷ്യരുടെ പാപത്തിന് വേണ്ടി ആ ബലി അർപ്പിക്കുകയല്ല, ആ രക്തവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുവാനുള്ള, അങ്ങനത്തെ ബലി അർപ്പിക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ അഹ്റോനും അഹ്റോൻ്റെ മക്കൾക്കും മാത്രമേ ദൈവം കൊടുത്തുള്ളൂ. ഇത് കൊടുക്കാൻ കാരണം എന്താണ്? ഈ ലേവ്യർക്ക് ഈ ഒരു പ്രത്യേക കാരണം. നമുക്കറിയാം 12 എത്ര ഗോത്രമുണ്ട്? പറഞ്ഞു 12 ഗോത്രമുണ്ട്. ആ 12 ഗോത്രത്തിൽ എന്തുകൊണ്ടാണ് ഈ ലേവ്യരെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണെന്നറിയാമോ? അവരെ ദൈവത്തിന് ചില എക്സ്ട്രാ ഇഷ്ടമുണ്ടായിരുന്നോ? അതോ അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്തവരായിരുന്നോ? എന്തുകൊണ്ടാണ് ലേവ്യരെ തിരഞ്ഞെടുത്തത്? വചനത്തിലൂടെ നോക്കാം. കാരണം അവിടെ ദൈവം ഒരു സെലക്ഷനാണ്. ആദ്യത്തെ ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു? എല്ലാവരും അവർ പാപം ചെയ്തു. എന്ത് പാപമായിരുന്നു? നമുക്കറിയാം, കാളക്കിടാവിനെ ആരാധിച്ചു. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് അവർ വിച്ഛേദിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവം ആ 12 ഗോത്രത്തിൽ നിന്ന് ഒരു ഗോത്രത്തിന് മാത്രമേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള അവകാശം കൊടുത്തുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 26 മുതൽ 29 വചനമെന്ന് വായിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ദൈവം ചെയ്യുന്നതെല്ലാം ഒരു കാരണമുണ്ടായിട്ടാണ്. അല്ലാതെ ഒരു തമാശന് ഇവരെ അങ്ങനെ ചെയ്യാം, അല്ല അവനെ അങ്ങനെ ചെയ്യില്ല എല്ലാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യത്തിനൊക്കെ ഒരു കാരണമുണ്ടോ? അല്ലാതെ വെറുതെ ലക്കിടിപ്പല്ല. പലരും പറയും ലക്കിടിപ്പ്, അല്ലേ? ദർ ഇസ് നോ ലക്കിടിപ്പ്. നമ്മൾക്ക് തന്നെ ദൈവത്തിൻ്റെ ആ കൃപകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വരാം. നമ്മൾ ഒരു തീരുമാനമെടുക്കണം. എന്ന് നേരത്തെ വായിച്ചു കേട്ട, നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കണം, എൻ്റെ കൽപ്പനകൾ പാലിക്കണം. വായിച്ചേ. മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു. സംഭവം എപ്പോഴാന്ന് വെച്ചാൽ മനുഷ്യരെല്ലാം പാപം ചെയ്ത് കഴിഞ്ഞിട്ട് മോശ പറയുകയാണ്. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ആരുടെ പക്ഷത്തുള്ളവർ? കർത്താവിന്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. ഒന്നിച്ചുകൂടി. അപ്പോൾ ഇന്ന് ഒരു പുരോഹിതന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്? Yes, he separated to come to the Lord. കർത്താവിൻ്റെ അടുക്ക, കർത്താവിൻ്റെ പക്ഷം. You are with God. യേശുവിന് വേണ്ടി ഒരു സ്ഥാനം എടുക്കുക. You take a stand for God. അതാണ് ഒരു പുരോഹിതന്റെ ഒരു ക്വാളിഫിക്കേഷൻ. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഓരോ മനുഷ്യനും തൻ്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ. പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തനും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ. ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000-ഓളം പേർ മരിച്ചു വീണു. മോശ പറഞ്ഞു, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു.
ഓരോരുത്തനും തൻ്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരു അനുഗ്രഹം തരും. ഹല്ലേലൂയ. ഇവിടെ മതി, ഇവിടെ മനസ്സിലാക്കണം. ഓരോരുത്തരും സിസ്റ്റർ ലാസ്റ്റ് വചനം ഒന്ന് വായിച്ചേ. ഓരോരുത്തനും തന്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട്, ആർക്ക് വേണ്ടി നിന്നതുകൊണ്ട്? കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരു അനുഗ്രഹം തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും ആ രക്ഷനും നാഥനായ യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താണ്, നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരി, നമ്മുടെ അമ്മ, അപ്പൻ, അല്ലെങ്കിൽ അമ്മായിയപ്പൻ, അമ്മായിയമ്മ, അങ്ങനെയുള്ള വ്യക്തികൾ, ആ വ്യക്തി വാളെടുത്ത് അവരെ കൊല്ലണമെന്നല്ല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് അങ്ങനെ നടന്നു കാണും. കാരണം ഇന്ന് പറയുന്നത് എന്താണ്, അവരാണ് യേശു ക്രിസ്തുവിൻ്റെ നിങ്ങൾക്ക് അടുക്കുവാനുള്ള ഒരു തടസ്സമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. ആരെയാണ് നിങ്ങൾ സേവിക്കുക? നിങ്ങളുടെ അമ്മായിയപ്പനെയാണോ സേവിക്കുക, അതോ യേശുവിനെയാണോ സേവിക്കുക? ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി. അവിടെ ലേവ്യർ പുത്രന്മാർ അമ്മായിയമ്മയാണോ, അമ്മായിയപ്പനാണോ, അപ്പനാണോ, അമ്മയാണോ, മകനാണോ, മകളാണോ, സഹോദരനാണോ, സഹോദരിയാണോ ഒന്നും നോക്കിയില്ല. ആ കൽപ്പന അനുസരിച്ച് അവിടെ പ്രവർത്തിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഒരു പുരോഹിതനായിട്ട് ദൈവം കണക്കാക്കുകയുള്ളൂ. ഹാലലൂയ പറയുന്ന മനസ്സിലാകുന്ന ഒരു ഹാലലൂയ പറയും. നിങ്ങളുടെ ഇടർച്ചയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും കൊല്ലണമെന്നൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏതാണ് പ്രയോറിറ്റി, ഏതാണ് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്? യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധമാണോ, അതോ മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണോ എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയണോ, ആരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്? നിങ്ങളെ കൊല്ലുവാൻ മാത്രമല്ല, കൊന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ ആ നരകത്തിലേക്ക് കളയുവാൻ ശക്തിയുള്ള ആ സർവശക്തനായ ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കേണ്ടത്, അല്ലാതെ മനുഷ്യനെ അല്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ അനുഗ്രഹത്തെക്കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം 6-7 വചനം പറയുന്നുണ്ട്. ഒരു അനുഗ്രഹം, ആ ദൈവത്തിൻ്റെ ഒരു പുരോഹിതനാകുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. വായിച്ചേ. നിന്റെ സഹോദരന്മാരായ ലേവ്യരെ ഇസ്രായേലിൽ നിന്നും ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു. സെപ്പറേഷൻ, വേർതിരിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ. there is a sanctification taking place. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് കർത്താവിനുള്ള ഒരു ദാനമായിട്ടാണ്. he is giving you a gift that you can minister to God. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക ഒരു ദൈവത്തിന്റെ ഒരു ദാനമാണ്. വായിക്കുക. ബലിപീഠവും തിരശീലയ്ക്കും പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം. നിങ്ങൾ തന്നെ അത് ചെയ്യണം. പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ്. മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മറ്റാരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ മരണമാണെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ അത്ര വിലപിടിപ്പുള്ളതാണ്. Are you with me? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഞാനൊരു ദാനമായി തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന് ശുശ്രൂഷ വേല ചെയ്യുവാൻ ആഗ്രഹമുള്ള ആരൊക്കെയുണ്ട്? കൈകൾ ഉയർത്തി ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറയണം. കാരണം ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അവൻ്റെ ഉടമ്പടിയൊക്കെ അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ ശുശ്രൂഷ വേല ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കും. പിന്നെ നമുക്കറിയാം, അതിനോട് ചേർന്ന് ഇപ്പം പുറപ്പാട് പുസ്തകം, പിന്നെ ലേവ്യരുടെ പുസ്തകം, പിന്നെ ദിനവൃത്താന്തം, അതെല്ലാം വായിച്ചാൽ ഈ പുരോഹിതന്മാരെ കുറിച്ചും അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അവരുടെ പല പല കാര്യങ്ങളും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ വേഷം എന്തായിരിക്കണം, അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം, അങ്ങനെ എല്ലാം നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കണം അവരുടെ ഓരോ ശുശ്രൂഷകൾ. അത് നമുക്ക് സമയമില്ല വായിക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിയമം പറയുന്നുണ്ട് എങ്ങനെയാണ് ശുശ്രൂഷ വേലകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ അവരുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാവുന്ന വലിയൊരു സത്യം ഇതാണ്. അവിടെ കൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പുരോഹിതന്മാർ ചെയ്യുന്നതായിട്ട് കാണുന്നത്. പലതരത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ വേഷവും അവരുടെ ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളും, ഇപ്പോൾ ഇൻസെൻസ്, അതിനാ ധൂവക്കുറ്റി, അല്ലെങ്കിൽ അവരുടെ വേഷം, അവരുടെ ഓരോ തരത്തിലുള്ള വേഷങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം, അല്ലെങ്കിൽ ദിനവൃത്താന്ത പുസ്തകം, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം, അങ്ങനത്തെ സംഖ്യാപുസ്തകം, അതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ പുരോഹിതന്മാർ ചെയ്തു വരുന്നതായിട്ട് നമ്മൾ
കാണുന്നത്. നമുക്കറിയാം അഹ്റോന് ആ പുരോഹിത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേവ്യർ ആ ഗോത്രത്തിന് എല്ലാവർക്കും ദേവാലയത്തിൽ കയറി ശുശ്രൂഷ ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു. മറ്റ് പലതരത്തിലുള്ള ആ ദേവാലയം ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് മറ്റുള്ളവർ ചെയ്തിരുന്നത്. ഉദാഹരണമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് എന്നാണെന്ന്. ഹല്ലേലൂയ. പിന്നെ അവിടുത്തെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ദശാംശം കളക്ട് ചെയ്യുക, അത് എണ്ണുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും. ഹല്ലേലൂയ. പിന്നെ അവിടെ ദേവാലയത്തിലുള്ള ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഇത്, കലാകരമായ, അതായത് ബിൽഡിങ്സ് ഉണ്ടാക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ അത്, അല്ലെങ്കിൽ പിന്നെ സംരക്ഷിക്കുക, ദേവാലയം സംരക്ഷിക്കുക, അങ്ങനെ പല പല ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുക. ഇതൊക്കെയാണ് ലേവ്യരുടെ ദൈവം കൊടുത്തിരുന്ന ഒരു അവരുടെ ശുശ്രൂഷയിലുള്ള വേലകൾ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു ശുശ്രൂഷ വേല ചെയ്യുന്ന ഒരു വ്യക്തി ഒരു നോക്കുകയാണെങ്കിൽ മറ്റ് 12 അല്ലെ 11 ഗോത്രത്തിലെ ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടായിരുന്നു, അല്ലേ? കാരണം മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പോകുവാനുള്ള അവകാശമില്ല. അപ്പോൾ ഈ പുരോഹിതന് മാത്രമേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളായിരുന്നു. അതുകൊണ്ട് ആ പുരോഹിതൻ മറ്റു ജനത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അവർ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, യേശുക്രിസ്തു വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മാറ്റി. കാരണം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, അവളൊരു ശിശുവിനെ പ്രസവിക്കും, അവന് നീ ഒരു നാമം കൊടുക്കണം, ആ നാമം യേശു എന്നായിരിക്കണം, കാരണം അവൻ വളരെയേറെ ആൾക്കാരുടെ പാപം മോചിപ്പിക്കും. ഹി വിൽ സേവ് ദെം ഫ്രം ദിയർ സിൻസ്. അപ്പോൾ അവിടെ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഒരു വ്യത്യസ്തമായ കാര്യം നടക്കുകയാണ്. നേരത്തെ എന്തായിരുന്നു? എൻ്റെ പാപമോചനത്തിന് ഒരു ആടിനെ, ഒന്നും ചെയ്യാത്ത ഒരു ആടിനെ അല്ലെ കാളക്കുട്ടിയെ കൊന്നിട്ട് അതിൻ്റെ രക്തം ചിന്തിയാൽ മാത്രമേ എനിക്ക് പാപമോചനം ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, ലേവ്യരുടെ ദിവസം 11-ാമത്തെ അധ്യായം വായിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ പുരോഹിതൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? മനുഷ്യരുടെ, അയാളുടെ കൂടെ മറ്റുള്ളവരുടെയും പാപമോചനത്തിന് വേണ്ടി ചില ക്രിയകൾ ചെയ്യുക. അപ്പോൾ he was a representative giving or rather dishing out forgiveness of sins. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അപ്പോൾ അവൻ വഴിയായിരുന്നു. ഇപ്പം ഞാൻ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആ പുരോഹിതൻ്റെ സഹായമില്ലാതെ എനിക്ക് പാപമോചനം കിട്ടുകയില്ല. കാരണം എനിക്ക് ഒരു ആടിനെയോ അല്ലെങ്കിൽ കാളക്കുട്ടിയോ എനിക്ക് അറക്കാൻ പറ്റുകയില്ല. ആ അറക്കുന്ന ശുശ്രൂഷ പുരോഹിതൻ്റെ ആയിരുന്നു. അപ്പോൾ എൻ്റെ പാപമോചനത്തിന് ഞാൻ പുരോഹിതനെ ആശ്രയിച്ചിരുന്നു. I was totally dependent on the priest so that I will get forgiveness of sins. പക്ഷേ യേശുക്രിസ്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, he came to save people from their sins. അപ്പോൾ ആ പാപമോചനത്തിൻ്റെ മെത്തേഡ് തന്നെ യേശുക്രിസ്തു വന്നപ്പോൾ മാറിപ്പോയി.